നമസ്കാരം. കളി ഇപ്പൊ വേറെ ലെവലിക്കല്ലേ പോണത്. നാളെ 10 മണിക്ക് മുസ്ലിം ലീഗിന്റെ മീറ്റിംഗ്. ഈ മീറ്റിംഗ് കഴിയണ കൂടിയിട്ട് പിന്നാലെ കുട്ടിയാവും മുഖ്യമന്ത്രി. ചാൻസ് ഉണ്ടോ? ചാൻസ് എന്ന് പറഞ്ഞാല് 22 MLA അവർക്കുണ്ട്, ബാക്കി CPM-നുണ്ടല്ലോ. പക്ഷെ ഞാനൊരു കാര്യം പറ്റേ, ഇതിപ്പോ എന്തായാലും ഇപ്പൊ കോൺഗ്രസ് ഇങ്ങനെ നാണം കെട്ടു. എനിക്ക് തോന്നുന്നു ഇനിയിപ്പോ രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാല് അവർക്ക് ഭരിക്കാൻ പറ്റുമോ? വി ഡി സതീശന് ശരിക്കും പാർട്ടി വളർത്താൻ നോക്കി, ഗ്രൂപ്പ് വളർത്താൻ നോക്കിയില്ല. KC വേണുഗോപാൽ എന്താക്കി ഗ്രൂപ്പ് വളർത്തി. അപ്പൊ എന്തായി അതില് ഷാഫി, വാങ്കുട്ടം, പിന്നെ ഈ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, അസൻ, ഈ ആളില്ലാത്ത അസനൊക്കെ കൂടിയിട്ട് ഗ്രൂപ്പ് ഉണ്ടാക്കി. ഗ്രൂപ്പുകൾ ഇപ്പോഴും ശക്തമായിട്ട് ഉണ്ടാക്കുന്നുണ്ട്. അത് ഐ ഗ്രൂപ്പുകാരാണ് എന്തായത് സ്പ്ലിറ്റ് ആയി പോയത്. ഐ ഗ്രൂപ്പ് തിരിച്ചു വരണം എന്നുള്ളതാണ്. ഇനി ഗ്രൂപ്പുകൾ അടിസ്ഥാനത്തിൽ വരണമെങ്കിൽ ഐ ഗ്രൂപ്പ് തിരിച്ചു വരണം എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. ഇപ്പൊ 10 വർഷം LDF ഭരിച്ചിട്ട് ജനങ്ങൾ മാറ്റി കൊടുത്താണ് വേറെ ഗവൺമെന്റ് വന്നാക്കാം. അതൊരു ബി ഡി സതീശൻ രമേശ് ചെന്നിത്തലിന് പിന്തുണ ഒരു കാരണവരുടെ രീതിയിൽ അടുത്ത പ്രാവശ്യം ഭരണം തിരിച്ചു പിടിക്കുക. ഇത് ബി ഡി സതീശൻ മറ്റേ എന്നാലും KC വേണോപല്ലാക്കരുത്, നയിച്ചോ നയിക്കട്ടെ എന്നല്ലേ. ഇപ്പൊ സത്യം പറഞ്ഞ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകർ ഒന്നടങ്കം ആഗ്രഹിക്കുന്നത് ബി ഡി സതീശനാണെന്നാണ് അല്ലെ. പക്ഷെ ബി ഡി സതീശൻ ചെയ്യേണ്ടത് ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ KC വേണോപാലിനെ എതിർത്ത് നിൽക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണ ഒന്നിക്കുക. എന്നിട്ട് ബി ഡി സതീശനെ ആഭ്യന്തര വകുപ്പ് എടുക്കുക, ഇയാളെ മുഖ്യമന്ത്രി ആക്കി കൊടുക്കുക. നല്ലൊരു അഭിപ്രായം. പിന്നെ ഞങ്ങളുടെ അഭിപ്രായത്താണ്, പ്രത്യേകിച്ച് നമ്മൾ നവാസ് നിങ്ങളുടെ അഭിപ്രായം അറിയില്ല കേട്ടോ.